അതിനകത്ത് എന്തായാലും കൊണ്ടുവന്നതും വിതരണം ചെയ്തതും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കുമല്ലോ അതിന്റെ ഉത്തരവാദിത്വവും. ഗിഫ്റ്റ് ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തതാണ്, പക്ഷെ കൊണ്ടുവന്നതെല്ലാം റീപ്രൊഡക്ഷൻ ഉള്ളതായിരുന്നു. അത് കാരണം അതിന്റെ വളർച്ച കിട്ടിയില്ല. വളർച്ചയുടെ ഘട്ടം വന്നപ്പോൾ തന്നെ റീപ്രൊഡ്യൂസ് ആണ്, കുഞ്ഞുങ്ങൾ പെറ്റുവരിക. അപ്പൊ നമുക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഴിമതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിതരണം ചെയ്ത് ആ ഭാഗത്താണ് പിഴവ് വന്നിട്ടുള്ളതെന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമസ്കാരം. മത്സ്യകൃഷിക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തതിലെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർ 25,07,500 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ വിധി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ എബി പി മാത്യു നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കമ്മീഷൻ വിധി ഉണ്ടായിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ, സ്പെഷ്യൽ ഓഫീസർ കം ജോയിൻറ്റ് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ പന്നിവേലിച്ചിറ, പ്രൊജക്ട് കോർഡിനേറ്റർ എന്നിവർക്കെതിരെയാണ് കമ്മീഷൻ ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് ഇലന്തൂരിൽ ഒരു ചിറയിൽ എബി മാത്യു മത്സ്യകൃഷി ആരംഭിച്ചത്. ഈ മത്സ്യകൃഷിക്കായി 14,000 മീൻ കുഞ്ഞുങ്ങളെ പന്നിവേലിച്ചിറയിലുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നുമാണ് വാങ്ങിയത്. ഏതാണ്ട് ഒരു മത്സ്യക്കുഞ്ഞിന് 5 രൂപ വില നൽകിയാണ് വാങ്ങിയത്. 1 കിലോയിലധികം തൂക്കം വയ്ക്കുന്ന ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയത്. എന്നാൽ 3 മാസം വളർത്തിയിട്ടും വേണ്ടത്ര വളർച്ച ഉണ്ടാകാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് സാധാരണ തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് വിതരണം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഈ കാര്യം ഉദ്യോഗസ്ഥരെയൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ വേണ്ട നടപടിയൊന്നും എടുക്കാതെ വരികയായിരുന്നു. എബി പി മാത്യുവുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഞങ്ങളോട് തയ്യാറായില്ല. അതേസമയം ഈ മത്സ്യ വളർത്തൽ സംഘടനയുമായി ബന്ധപ്പെട്ട കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ അസോസിയേഷൻ ഭാരവാഹികൾ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു. അവർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പന്നിവേലിച്ചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് വഴി വലിയ ചതിയാണ് ഈ മത്സ്യ കർഷകനോട് ചെയ്തത്. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. ഇനിയും ഇത്തരത്തിൽ ക്രമക്കേടുകൾ അഴിമതികളൊന്നും നടക്കാതെ ഇരിക്കണം എന്ന് തന്നെയാണ് ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി, പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സുലോചനൻ എന്ന വ്യക്തി നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കേൾക്കാം. സംഭവം ജെന്യൂനായ സംഭവമാണ്. അത് ഇയാള് സംഘടനയിൽ അംഗമായിട്ടുള്ള ആളാണ് എബി. ശരി. അന്ന് എങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അങ്ങനെ ആണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ആ സമയത്ത് കുറെ അധികം പേര് ഈ രംഗത്തേക്ക് വന്നിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ അത് പിന്നെ ഏതിനത്തിൽപ്പെട്ടതാണോ അത് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇനമാണ് പറഞ്ഞിരുന്നത്. ഗിഫ്റ്റ് ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തതാണ്, പക്ഷെ കൊണ്ടുവന്നതെല്ലാം റീപ്രൊഡക്ഷൻ ഉള്ളതായിരുന്നു. അത് കാരണം അതിന്റെ വളർച്ച കിട്ടിയില്ല. വളർച്ച കിട്ടിയില്ല. അപ്പൊ ചെറിയ വളർച്ചയുടെ ഘട്ടം വന്നപ്പോൾ തന്നെ റീപ്രൊഡ്യൂസ് ആണ്, കുഞ്ഞുങ്ങൾ പെറ്റുവരിക തുടങ്ങി. അപ്പൊ നമുക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. അപ്പൊ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. വലിയ നഷ്ടം വന്നു. 1,00,000 പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് മുഴുവൻ പിന്നെ അഡ്വൈസും കൊടുക്കുന്നത്, ടെക്നിക്കൽ നോഹവും മുഴുവൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. കുളം നിർമ്മിക്കുന്നത്, നിങ്ങളെ പരിപാലിക്കുന്നത്, അതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. പിന്നെ മാർക്കറ്റിംഗ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. പരിപാലിക്കലും മാർക്കറ്റിംഗ്. പക്ഷെ മാർക്കറ്റിംഗ് സമയത്ത് നമുക്ക് ഒന്നിനെയും പിടിച്ചു വെക്കാൻ കഴിയാത്ത സ്ഥിതിയായി. അങ്ങനെ ഭയങ്കര നഷ്ടം വന്നു. അപ്പോൾ ആ നഷ്ടത്തിന്റെ സോഴ്സ് നോക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത് ആ ഭാഗത്താണ് പിഴവ് വന്നിട്ടുള്ളതെന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പരാതി ഉണ്ടായത്. ഇത് പുറത്തുനിന്ന് എവിടുന്നോ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളായിരുന്നു. നമ്മുടെ നാട്ടില് ഈ
ഈ ഗിഫ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സമയത്താണ് പൊന്നുവേലിച്ചെറിയൻ്റെ ഗിഫ്റ്റ് തിലാപ്പിയുടെ ഉൽപ്പാദനം തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അക്കാലത്ത് ഇത് കൽക്കത്തയോ ആ ഭാഗത്തുനിന്ന് എവിടുന്ന് വരികയാണ് ചെയ്തിരുന്നത്. അതിലെവിടെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അറിയില്ല. എവിടുന്നാണ് ഈ മോശമായ സാധനം വന്നതെന്ന് നമുക്കറിയില്ല. അതിനകത്ത് എന്തായാലും കൊണ്ടുവന്നതും വിതരണം ചെയ്തതും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കുമല്ലോ അതിന്റെ ഉത്തരവാദിത്വവും. അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ജെന്യുവനാണ് കാര്യം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നിലധികം പേർക്ക് ഇങ്ങനെ വന്നതായിട്ട് അറിയാൻ തന്നെ. ശരി. ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മത്സ്യകൃഷി വ്യാപാരം നടക്കുന്നുണ്ടോ? ഇപ്പൊ അന്ന് സർക്കാരിന്റെ സബ്സിഡിയോടെ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നല്ലോ. അതെ. അത്ര ഹ്യൂജ് എമൗണ്ട് ചെലവഴിച്ച് ഇപ്പൊ ആരും അങ്ങനെ എടുക്കാൻ തയ്യാറായിരുന്നില്ല. ശരി. കാരണം അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് മാർക്കറ്റിംഗ് വലിയ ബുദ്ധിമുട്ടാണ്. ശരി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷെൽഫ് ലൈഫ് ഇല്ലാത്ത മീനായത്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞ് വെക്കാനൊക്കത്തില്ല. ഈ കടൽ മത്സ്യങ്ങളെ പോലെ അത് വിൽക്കണമെങ്കിൽ ജീവനുള്ള ചെറിയ ടാങ്കിലിട്ട് ജീവനോടെ തന്നെ പിടിച്ചു കൊടുക്കുക. ടേസ്റ്റിന് ഈ ഉപ്പുവെള്ളത്തിലെ മീനിന്റെ ടേസ്റ്റ് അല്ല, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. എങ്കിലും നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒന്നാന്തരം മത്സ്യങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്. ശീലിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ പറ്റി സാധനം നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാധനം ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗിഫ്റ്റ് തിലാപ്പിയൊക്കെ വളർന്നാൽ ഒരു കിലോയൊക്കെ വരെ വരും കുറഞ്ഞത് 7 മാസം കൊണ്ട്. ഇതൊരു 100 ഗ്രാം പോലും വലിപ്പം കിട്ടിയില്ല. അതാണ് പ്രശ്നം. സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയാണ് പലരും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്നതിനായി മുന്നോട്ട് വന്നത്. ഇതിനായുള്ള പൂർണ്ണമായ പരിശീലനവും പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ബോധവൽക്കരണവും എല്ലാം ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് നൽകുന്നത്. എന്നാൽ ABP മാത്യുവിൻ്റെ കാര്യത്തിൽ വ്യാജ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. സർക്കാർ ഹാച്ചറിയിൽ നിന്നും നൽകേണ്ടതിന് പകരം സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നൽകി കബളിപ്പിച്ചതെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഇത്തരം സമീപനങ്ങൾക്കെതിരെയാണ് ABP മാത്യു ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴ ഈടാക്കണം, നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി ഉണ്ടാവുകയാണ്. 25,07,500 രൂപയാണ് നൽകുന്നതിനായി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 21,87,500 രൂപ കൃഷിക്കായി ഉണ്ടായ നഷ്ടപരിഹാരമാണ്. കൂടാതെ കോടതി ചെലവായി 20,000 രൂപ ഉൾപ്പെടെ തുക നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മേഖലയിൽ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ പലർക്കും മത്സ്യകൃഷി നടത്തിയ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, നഷ്ടത്തിലെത്തിയിട്ടുണ്ട്. ഇത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക വഴി ഉണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ അഴിമതി, വീഴ്ച തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വ്യാപകമായി ചെയ്ത മത്സ്യകൃഷി നഷ്ടമായി മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ അനുഭവമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലവരും ഈ മത്സ്യകൃഷിയിലേക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. 4 വർഷങ്ങൾക്ക് മുൻപ് വ്യാപകമായി മത്സ്യകൃഷികളൊക്കെ ഈ മേഖലയിൽ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല നിരവധി ആളുകളിൽ നിന്നും ഇതുപോലെ വ്യാജമായ മീനുകളെ നൽകി കബളിപ്പിക്കപ്പെടുന്നു, പലരുടെയും തുക നഷ്ടമായി എന്നൊരു ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടെയും സഹകരണത്തോടെയും ഒക്കെയാണ് പലരും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മത്സ്യകൃഷിയൊക്കെ നടക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നടന്ന മത്സ്യകൃഷിയിൽ അഴിമതി, ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഴിമതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കമ്മീഷൻ പ്രസിഡന്റായ ബേബിച്ചൻ വെച്ചുചിറയാണ് ഈ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ABP മാത്യുവിനുണ്ടായ വലിയ നഷ്ടം അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ വ്യാജമായ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് അദ്ദേഹത്തിന് നൽകിയത്. തികച്ചും 5 രൂപ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി 50 പൈസ പോലും വിലയില്ലാത്ത മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് 4 വർഷം മുൻപ് ABP മാത്യുവിന് വിറ്റത്. അതോടെ അദ്ദേഹം ഈ മത്സ്യകൃഷി ഉപേക്ഷിക്കുകയും ചെയ്തു. വളരെ നിരാശയോടെ അദ്ദേഹം ഇപ്പോൾ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ആരോടും പരിഭവമോ പരാതിയോ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്കുണ്ടായ നഷ്ടം താൻ സഹിക്കുന്നു. ഇപ്പോൾ ഉത്തരവിൻ പ്രകാരം, കമ്മീഷൻ ഉത്തരവിൻ പ്രകാരം സർക്കാരും ഉദ്യോഗസ്ഥരും ഫിഷറീസ് വകുപ്പും ഒക്കെ ചേർന്ന് തനിക്കുണ്ടായ നഷ്ടം നികത്തും, അത് പരിഹരിക്കപ്പെടുമെന്നൊരു വിശ്വാസത്തിൽ അദ്ദേഹം ഇപ്പോൾ കഴിയുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.